ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കി പാകിസ്ഥാൻ ദേശീയ അസംബ്ലി. വെള്ളം തടയുന്നത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കണമെന്ന് പ്രമേയത്തിൽ പറയുന്നു. പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം റഷ്യ നിരസിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയെന്ന് മോദിയെ ഫോണിൽ വിളിച്ച് പുടിൻ വ്യക്തമാക്കി. ജമ്മുകശ്മീരിലെ ജയിലുകൾക്ക് നേരെ ഭീകരാക്രമണ സാധ്യതയെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ശ്രീനഗർ, ജമ്മു സെൻട്രൽ ജയിലുകൾ. പൂഞ്ചിലെ സുരാൻകോട്ടിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത സുരക്ഷാസേന സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ജലമൊഴുക്ക് പൂർണ്ണമായും തടഞ്ഞു. ചെനാബ് നദി വറ്റി വരേണ്ട ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിർത്തി കടന്നെത്തിയ പാക് പൌരനെ BSF പിടികൂടി. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, പല തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയിരിക്കുന്നു ദേശീയ അസംബ്ലിയിൽ എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വീണ്ടും പ്രകോപന നീക്കമാണ് പാകിസ്ഥാനിൽ നിന്നും ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി പാസാക്കിയ പ്രമേയത്തിൽ ഇന്ത്യയെ വലിയ രീതിയിൽ കുറ്റപ്പെടുന്ന പ്രമേയം കൂടിയാണ് പാകിസ്ഥാൻ ഐക്യകണ്ഠേന അംഗീകരിച്ചിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ സ്പീക്കർ അവകാശപ്പെടുന്നത്. അതായത് ഇന്ത്യ വെള്ളം തടഞ്ഞ നടപടി യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കേണ്ടി വരും. ഇന്ത്യയുടെ നീക്കം അതങ്ങനെയാണ്. ഒപ്പം പഹൽഗാം അടക്കമുള്ള എല്ലാ സംഭവങ്ങളെയും പാകിസ്ഥാൻ അപലപിക്കുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. ഒപ്പം കശ്മീരികൾക്ക് വേണ്ടിയുള്ള നീക്കം കൂടി ഈ പ്രമേയത്തിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം, അതായത് സ്വയം നിർണയ അവകാശത്തിന് വേണ്ടി കശ്മീരികൾ പോരാടുകയാണ് എന്നും ഈ പ്രമേയത്തിൽ പരാമർശമുണ്ട്. അതൊരുപക്ഷെ വലിയ തരത്തിലുള്ള ഒരു പ്രകോപന നീക്കം കൂടിയായി പാകിസ്ഥാന്റെ മാറുകയാണ്. ഇന്ത്യയുടെ എല്ലാ ആരോപണങ്ങളും, ഇതുവരെ വന്ന എല്ലാ ആരോപണങ്ങൾ നിഷേധിക്കുന്നു എന്നുകൂടിയാണ് ഈ പ്രധാനമായും ഈ പ്രമേയത്തിന്റെ ഉള്ളടക്കം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഈ പ്രമേയത്തിനുണ്ട് എന്ന് പാകിസ്ഥാൻ സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്കെതിരെ ഒരു വലിയ നീക്കത്തിനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. അത് രാഷ്ട്രീയപരമായി പാകിസ്ഥാൻ തങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുന്ന വലിയൊരു പ്രകോപന നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കുന്നു. ഇന്ത്യ നടത്തുന്നത് തെറ്റായ പ്രചരണമാണ്, വെള്ളം തടഞ്ഞ നടപടി യുദ്ധപ്രഖ്യാപനമാണ് എന്നതാണ് പാകിസ്ഥാന്റെ ഈ പ്രമേയത്തിന്റെ ഉള്ളടക്കം. എന്തായാലും പാകിസ്ഥാന് നയതന്ത്ര തലത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇല്ല. ഇന്ത്യക്കാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ്. ഇന്ത്യ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും പൂർണ്ണ പിന്തുണയുണ്ട് എന്നതാണ് ടെലിഫോണിൽ പറയുന്നത്. ഒപ്പം നരേന്ദ്രമോദി ഇതിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ പുടിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുക കൂടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. റഷ്യ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയാണ് ഈ പെഹൽഗാം സംഭവത്തിൽ ഇന്ത്യക്കുണ്ടായിരിക്കുന്നത്. പെഹൽഗാം അടക്കമുള്ള വിഷയങ്ങൾ വിശദമായി ഇരുവരും ടെലിഫോണിൽ ചർച്ച ചെയ്യുകയും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയാണ് ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. റഷ്യയുടെ പിന്തുണയ്ക്ക് മറ്റു ചില രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. കാരണം പാകിസ്ഥാൻ റഷ്യയുടെ പിന്തുണയ്ക്ക് ശ്രമിക്കുന്നു എന്ന ഒരു നീക്കം കൂടി ഇതിനിടയിൽ വന്നിരുന്നു. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ റഷ്യ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന സാഹചര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇന്ത്യ ഈ പാകിസ്ഥാനിലേക്കുള്ള ചെനാബ് നദിയിലെ വെള്ളം തടയാനുള്ള നീക്കം അത് പാകിസ്ഥാനിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചു തുടങ്ങി. അതായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരം ഒരു പ്രമേയ നീക്കത്തിലേക്കൊക്കെ പാകിസ്ഥാനെ കൊണ്ടുവരുന്നതിന് കാരണവും. തീർച്ചയായും എന്തായാലും യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഈ ജലം എത്തിക്കാതെയുള്ള ഇന്ത്യയുടെ നടപടി എന്നതാണ് പാകിസ്ഥാന്റെ വിലയിരുത്തൽ. ആ നിലയിൽ തന്നെ ശക്തമായ ഒരു സന്ദേശം എന്ന നിലയിൽ ദേശീയ അസംബ്ലിയിൽ പ്രമേയം പാസാക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്.